ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. വീണ്ടും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആട്ടോ. ഓണത്തിന് മുന്നേ ആയിട്ട് ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ റൂമായിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് മുന്നേ വീഡിയോ ഇട്ടപ്പം റൂം ക്ലീനിങ് തന്നെയാട്ടോ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തുണിയൊക്കെ അടുക്കി വെക്കുന്നതാട്ടോ കാണിച്ചത്. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ബർത്തിൻ്റെ മുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമെന്ന് വെച്ചിട്ട് അപ്പോൾ പൊന്നൂസും കൂടി എൻ്റെ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അതൊരു കമൻറ്റ് വന്നൊരു റിക്വസ്റ്റ് പ്രകാരം ഞാൻ ദാ ഇങ്ങനെ വായും മൂക്കും ചെവിയൊക്കെ നമ്മൾ ഇങ്ങനെ മൂടിക്കെട്ടിലൊരു ടവൽ വെച്ചിട്ട് ഞാനിപ്പം ഒരു വെള്ള തുണിയാട്ടോ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കർച്ചീഫൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് നോക്കുന്ന ആദ്യമായിട്ടാട്ടോ. പിന്നെ പൊടിയൊക്കെ അടിച്ച് എനിക്ക് ഈയിടെയായിട്ട് നല്ല തുമ്മലുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ മാസ്ക് വെക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഒന്നും വെക്കാറില്ല. അപ്പം അപ്പോൾ ഇത് കമൻറ്റ് വന്ന പ്രകാരമാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ റിക്വസ്റ്റ് ചെയ്യാൻ തോന്നിയപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആണ് നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് പറയാൻ തോന്നുന്നത്. അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മേളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും എടുത്തിട്ടൊക്കെ ഒരുപാട് നാളായി. അപ്പം ക്ലീൻ ചെയ്യുകയാണെങ്കിലും ബർത്തിൻ്റെ അവിടെ ഒന്നും അങ്ങനെ ക്ലീൻ ചെയ്യാറില്ലായിരുന്നു കേട്ടോ. സാധാരണ അലമാരി ജനലിൻ്റെ അവിടെയൊക്കെ തുടയ്ക്കുക, പിന്നെ കട്ടിലിൻ്റെ അടി അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ കുറേ പഴയ ഉടുപ്പ് ഒക്കെ ഉണ്ട്. പൊന്നൂസിൻ്റെ ആണെങ്കിലും എൻ്റെ ആണ് കുറേ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊള്ളില്ലാത്തൊക്കെ ഒന്ന് എടുത്ത് കളയണം. പിന്നെ വിചാരിച്ച പോലെ അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ സെക്ഷൻ ചെയ്യുന്ന മെഷീനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പെയിൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വാർണിഷ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊന്നൂസിൻ്റെ പഴയ വണ്ടി ഉണ്ടായിരുന്നു, നമ്മൾ കയറിയിരുന്ന് ഓടിക്കുന്നില്ല, കൂട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് എടുക്കാൻ ഇവിടുന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിവശമൊക്കെ ഒന്ന് തൂത്തെടുത്ത് വെക്കാൻ ഓർത്താട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അത് തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊന്നൂസും കലണ്ടറൊക്കെ ഞാൻ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് പറക്കാനായിട്ട് അവൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതെനിക്കിങ്ങനെ മൂക്കിങ്ങനെ കെട്ടുമ്പോൾ ശ്വാസമൊക്കെ മുട്ടുന്ന പോലെ തോന്നിയിട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ അതൊക്കെ അഴിച്ച് മാറ്റിയിട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. എന്നാലും ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. അപ്പം രാവിലെയും എന്നാ വൈകുന്നേരം ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മഴ വരും, വെയിൽ വരും, അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ എന്നാലും ചൂടുണ്ട്, നന്നായിട്ട് ആവിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാം എടുത്ത് ഞാൻ നിലത്തിട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പെട്ടിക്കകത്തൊക്കെ തുണിയാണ് കേട്ടോ, കൂടുതലും തുണികളാണ്. പൊന്നൂസിൻ്റെ പഴയ കുഞ്ഞുടുപ്പുകളാട്ടോ. അപ്പോൾ അലമാരിക്കകത്ത് അങ്ങനെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടിക്കകത്ത് ഇട്ട് വെച്ചാട്ടോ. അതിപ്പം മിക്സി മേടിച്ച പെട്ടിയും പിന്നെ കുക്കറൊക്കെ മേടിച്ച പെട്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് അതിനകത്തോട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തുണിയൊക്കെ ഒന്ന് മാറ്റിയിട്ടോ, ശ്വാസം മുട്ടുന്നുള്ളതുകൊണ്ട്. പിന്നെ അതിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മേളിലൊന്ന് അടിച്ചു വാരണം കേട്ടോ. ചുക്കരിയും കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നാമത്തെ കാര്യം എത്തില്ലായിരുന്നു. ജനലിൽ കയറി എന്നാലും എനിക്ക് ശരിക്കും പൊങ്ങി നിൽക്കണമായിരുന്നു കേട്ടോ. അപ്പം ഈ അടിച്ചു വാരി കൊണ്ട് ഞാൻ ഒരു തരത്തിലാട്ടോ അതൊന്ന് വാരിയെടുത്തത്. പിന്നെ സ്റ്റൂളിട്ട് കയറാന്ന് വെച്ചാൽ പൊന്നൂസ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഉറങ്ങാത്തതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെ സ്റ്റൂളൊന്നും കയറാത്തത്. കാരണം അവളും ചിലപ്പോൾ കയറാനായിട്ട് നോക്കും. അപ്പോൾ പിന്നെ വീഴും. അതുകൊണ്ട് ഞാൻ പിന്നെ സ്റ്റൂളൊന്നും എടുത്ത് വെക്കാതെ തന്നെയാട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാമല്ലോ എന്നോർത്തു. അപ്പോൾ പൊന്നൂസ് ബബിൾസ് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ അതെന്തോ മേടിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊക്കെ പൊട്ടിക്കാനാണ്. അപ്പോൾ അവളത് പൊട്ടിച്ചോണ്ടിരിക്കുക, അവൾക്കത് ഇഷ്ടമാണ് കേട്ടോ പൊട്ടിക്കാൻ. അപ്പോൾ അത് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടിച്ചു വാരി കളയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കി ഇട്ടതായിരുന്നു കേട്ടോ ശരിക്കും. പിന്നെ അപ്പോഴാണ് പിന്നെ ഈ വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ, എന്നാൽ പിന്നെ മേളിലത്തെ ഒക്കെ മാറ്റമല്ലോ എന്നൊക്കെ ഓർത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ആണ്. പിന്നെ ഒരു തുണിയൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അലമാരയുടെ മേൽഭാഗമൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. ചുക്കരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ അത് ഞാൻ തുടച്ചൊന്ന് താഴേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അലമാരിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഓണമൊക്കെ വരുമല്ലേ. അപ്പോൾ ഓണമൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് ക്ലീനാക്കി തുടച്ചൊക്കെ ഇടണം. പിന്നെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് കർട്ടനൊക്കെ ഒന്ന് അലക്കണം എന്ന് ഓർത്തൊക്കെ അടിയിരിക്കുന്നത്. അപ്പോൾ മഴയായതുകൊണ്ട് എങ്ങനെയാണെന്ന് നടക്കുമെന്ന് അറിയില്ല. അപ്പം വെയിലൊക്കെ തെളിവാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അലക്കി ഇടണം എന്ന് ഓർത്തായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് തൂത്ത് അലമാരയുടെ മേൽഭാഗമൊക്കെ ഒന്ന് തൂത്തിട്ടു കേട്ടോ. അപ്പം ജനലൊന്നും തുടച്ചില്ല. ജനലൊക്കെ ഞാൻ രാവിലെ ഒന്ന് തുടച്ചിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ജനലൊന്നും തുടച്ചില്ല. പിന്നെ അലമാരയുടെ ഇടയ്ക്ക് കൂടി ഞാനൊരു ചൂല് വെച്ചൊക്കെ ഒന്ന് അടിച്ച പൊടിയും ആ ചുക്കരിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂസ് അങ്ങോട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവളത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ അവൾ ഇടയ്ക്കായിട്ടൊന്നും വന്നില്ല. പിന്നെ ഞാൻ ഒരു തരത്തിൽ അലമാരയൊക്കെ നീക്കിയൊന്ന് ഇട്ടു കേട്ടോ. പിന്നെ ആ ടിന്നൊക്കെ ഒന്ന് തുടച്ച് വെച്ചു. അതിലേക്കും പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം തുടച്ച് വെച്ചു. പിന്നെ ഇനിയിപ്പോൾ ഹാളൊന്നും ഒരുപാടൊന്നും ക്ലീൻ ചെയ്യാനില്ല കേട്ടോ. ടി വിയുടെ അവിടെയൊക്കെ ഞാൻ തുടച്ചിട്ടാണ്. പിന്നെ എൻ്റെ ഷാളൊക്കെ ഒന്ന് ടി വിയുടെ തുണി
ടി വി വെക്കുന്ന തുണിയില്ല, അതൊക്കെ ഒന്ന് ഞാൻ തുടച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം അത്ര വലിയ ഇതൊന്നുമില്ല. പിന്നെ ഉള്ളത് അടുക്കളയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയൊന്നും അടുത്ത ദിവസം ഒന്ന് വന്നിട്ടൊന്ന് ക്ലീൻ ചെയ്യണം, പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. പിന്നെ ഇതാ അപ്പം മേളിൽ നിന്ന് ഫോട്ടോസും ആ പെട്ടിയൊക്കെ എടുത്ത് ഞാനൊന്ന് നിലത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്നും തുടച്ചിട്ട് വേണം കേട്ടോ എടുത്ത് വെക്കാൻ. കാരണം കുറച്ചായാലും തുടച്ചിട്ട് അതുകൊണ്ട് പൊടി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ സ്വാതിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ കേട്ടോ. അപ്പോൾ അതൊക്കെ രണ്ടുമൂന്നെണ്ണം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മേളിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രമേ അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഹാളിൽ കേട്ടോ. കുറച്ചില്ല, 1-2 തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് പൊന്നൂസിന് ബർത്ത്ഡേ ആ ഒരു സമയത്ത് എടുത്ത് വെച്ചാണ് കേട്ടോ. പിന്നെ അങ്ങ് തൂക്കിയൊന്നും ഇട്ടില്ല. പിന്നെ അതിൻ്റെ തൂക്കിയിടുന്ന സാധനങ്ങളെല്ലാം വിട്ടുപോയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ തൂക്കിയിടാത്തത് കേട്ടോ. പിന്നെ ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്, എന്താ പറയുക, പെയിൻ്റൊക്കെ അടിക്കണം. പെയിൻ്റെല്ലാം പോയി ഒരു എന്താ പറയുക, മങ്ങിയ കളർ പോലെയാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തിരിക്കുകയാണ്. ഇപ്പം മഴ ആയതുകൊണ്ടാണ് ചെയ്യാത്തത്. വെയിലൊക്കെ ആകുമ്പോൾ ഒന്ന് ചെയ്യണം. അപ്പോൾ പൊന്നൂസും അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ പറക്കാനായിട്ട് വരുന്നുണ്ട്. ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ അവൾ ഏറ്റു വന്നു. പിന്നെ ഇതാ പൊന്നൂസിൻ്റെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാനൊരു കവറിലാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് അവളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ ഇപ്പം അതിലൊന്നും അവൾ കയറാറില്ല. കയറാതെ പൊട്ടിപ്പോയതിന് പിന്നെ അതൊന്നും ശരിയാക്കിയില്ല കേട്ടോ. പിന്നെ അത് കുറേ തലയണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കൊള്ളിയിലത്തൊക്കെ ഒന്ന് എടുത്ത് കളയണം. പിന്നെ ഇതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കളയണം, കാരണം ബെഡ്ഷീറ്റിലൊക്കെ നല്ല പൊടിയായി. പിന്നെ ആ പെട്ടിക്കകത്തെ ഉടുപ്പ്, പൊന്നൂസിൻ്റെ കുഞ്ഞു ഉടുപ്പുകൾ കേട്ടോ, അതൊന്നും ഞാൻ കളയാതെ വെച്ചേക്കും കേട്ടോ. നമുക്ക് അതൊക്കെ ഒരു ഓർമ്മയായിട്ട് ഞാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതൊക്കെ ഞാനിപ്പോൾ എടുത്തിങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കളയുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കി ഒതുക്കി വെക്കണം. പെട്ടിക്കകത്തേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്, കാരണം പെട്ടി അങ്ങനെ ഇരുന്ന് ഒക്കെ ഒന്ന് ചീത്തയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. പിന്നെ ഇതൊക്കെ പൊന്നൂസിൻ്റെ പഴയ ഉടുപ്പുകളായിരുന്നു കേട്ടോ. അതൊന്നും ആ സമയത്തൊന്നും അവൾ ഇടിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടോ. പിന്നെ ഒരുപാട് എന്താ പറയുക, നെറ്റ് പോലെ ഗിൽറ്റുള്ളതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ അതൊന്നും അവൾക്ക് ഇടാൻ താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു കവറിനകത്ത് പൊന്നൂസിൻ്റെ കുഞ്ഞു ഉടുപ്പുകളാട്ടോ. അപ്പം എന്താ പറയുക, 3 മാസം വരെ 3 മാസം വരെ അല്ല, 5-6 മാസം വരെയൊക്കെ ഉപയോഗിച്ചിരുന്ന കുറേ തുണികളുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് ചേരിയെടുത്തും കീറി പറഞ്ഞ ഉടുപ്പൊക്കെ എടുത്ത് ഞാൻ അടുത്തൊക്കെ മാറ്റിയിട്ടോ. പക്ഷെ ഒരുപാടൊന്നും മാറ്റില്ല, അത്രയും കൊള്ളിയില്ലാത്ത മാത്രമായിട്ട് എടുത്ത് മാറ്റിയത്. ബാക്കിയൊക്കെ ഞാൻ എടുത്ത് അങ്ങനെ തന്നെ ഒരു കൂടിനകത്ത് തന്നെ എടുത്ത് വെക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പൊന്നൂസ് ഓരോ കാര്യങ്ങളൊക്കെ ഇരുന്ന് തപ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഞാൻ ആ തുണിയെല്ലാം മടക്കി വേണ്ടാത്തൊക്കെ എടുത്ത് മാറ്റിയിട്ട്, അപ്പോൾ ഞാൻ കുഞ്ഞുടുപ്പുകൾ മാത്രം എടുത്ത് പെട്ടിക്കകത്തെടുത്ത് ഞാൻ മേളിലേക്ക് കയറ്റി വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് ബുക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഡിഗ്രി പഠിച്ച ബുക്കൊക്കെ ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ ബോക്സിനകത്തിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത്, പിന്നെ അതിനകത്ത് കൊള്ളിയില്ലാത്ത പേപ്പറൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട്, പിന്നെ കുറേ ഞാൻ പടം വരച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിപ്പം എടുത്ത് കളഞ്ഞു. പിന്നെ അതൊക്കെ ചീത്തയായിരുന്നു കേട്ടോ. കറുത്ത ഒരു എന്താ പറയുക, പാട് പോലെയൊക്കെ വീണായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് കളഞ്ഞത്. പിന്നെ കൊള്ളിയില്ലാത്ത കുറേ പേപ്പറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത് കളഞ്ഞു. എന്താ പറയുക, ആദ്യം ഞാനിങ്ങനെ പേപ്പറൊക്കെ എടുത്ത് ഒരു സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. എനിക്കിഷ്ടമാണ് അങ്ങനെ വെക്കാൻ. പിന്നെ ഇങ്ങനെ തപ്പി കണ്ട് എന്താ പറയുക, ഓരോ കാര്യങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കുമ്പോഴത്തേക്കും പിന്നെ അതങ്ങ് എടുത്ത് കളയും. പിന്നെ ഇവിടെ ഹാളിലേക്കാണ് ഞാൻ എല്ലാം കൊണ്ട് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം എടുത്തൊന്ന് ഒതുക്കി വെച്ചിട്ട്, അപ്പോൾ പിന്നെ ഒന്ന് തുടച്ചും കൂടെ ഇടാമെന്ന് വെച്ചു. കാരണം എല്ലാം പൊടിയും ചെളിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഒന്ന് തുടച്ചും കൂടെ ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചവിട്ടിയൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൈകുന്നേരം വിരിക്കുന്നുണ്ട്. ഇപ്പോൾ വിരിക്കുന്നില്ല. അപ്പം ബെഡ്ഷീറ്റ് കിടന്നതൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി ഒന്ന് കഴുകാനൊക്കെ എടുത്തിട്ടു. പിന്നെ
ആളും കൂടി ഇനിയിപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് ഫുഡ് കഴിക്കണം. കാരണം വിശക്കാൻ തുടങ്ങി. അപ്പം പെട്ടെന്ന് ചെയ്യാൻ. ഇപ്പോൾ പുറത്തും ചെറുതായിട്ടൊക്കെ മഴയുണ്ട്. അപ്പോൾ പൊന്നൂസ് ആ ഒരു വേറൊരു പാവയെ കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കത് ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് എടുത്ത് പൊന്നൂസ് ഭയങ്കര കളി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവളവിടെ ഇരിക്കുകയാണ്. ഇല്ലെങ്കിൽ അവൾ ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാം ഒന്ന് തുടച്ച് ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ഭാഗമായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഓണം ആവുന്നതിന് മുന്നേ ഒന്ന് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് തൊട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പൊന്നൂസൊന്ന് തല ജസ്റ്റ് ഒന്ന് ഇടിച്ച് കരഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ഇടിച്ചായിരുന്നു. അപ്പോൾ പിന്നെ തിരുമ്മിയൊക്കെ കൊടുത്തു. അപ്പോൾ പിന്നെ അവൾ ഇതാ പാവയായിട്ട് അപ്പുറം പോയി കിടന്നു കേട്ടോ. പിന്നെ ഞാൻ ജനലൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. അപ്പോൾ അത് തന്നെ എന്നും അടിച്ച് വാരി ഇടുന്നതുകൊണ്ട് എല്ലാം ഒന്ന് തുടച്ചാണ് പോകുന്നത്. അതുകൊണ്ട് ഒരുപാട് പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്രയും വലിയധികം പണിയൊന്നുമില്ല. പിന്നെ അടിച്ചും കൂടി ഒന്ന് വാരി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ പകുതി അടിച്ച് വാരി കഴിഞ്ഞിട്ടാണ് വീഡിയോ അതിനകത്ത് എടുക്കാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കുമ്പോഴൊക്കെ ശരിക്കും തപ്പലുണ്ട് കേട്ടോ. എന്നാന്ന് എനിക്കറിയില്ല. ഞാൻ എന്താ പറയുക, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണോ എന്നാന്ന് എനിക്കറിയില്ല. അങ്ങനെ തപ്പലൊക്കെ വരാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. പിന്നെ ഇതാ ചോറിനാണ്ടിരുന്നുണ്ട്. സാമ്പാറും മീനും പപ്പടവും പൊന്നൂസിനാണ് കേട്ടോ. പിന്നെ ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു.